ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി വഴി കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയാണ്. അതും പോലീസുകാരനോട്, വേറെ ആരോടും അല്ല, ആരോടിനോട്. അപ്പോൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എൻ്റെ കൂട്ടുകാരനോട് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ പറഞ്ഞതല്ലേ സാറേ കുടിച്ചിട്ടില്ല എന്ന്, പിന്നെന്തിനാ അവനെ കൊണ്ട് ഊതിപ്പിച്ചത്? സാർ അങ്ങനെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പറ സാറേ പറ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇവൻ ഏത് സാധനമാണ് അടിച്ചത്? ഇവൻ കിടന്ന് എന്താ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും കൂട്ടുകാരനാണെങ്കിൽ, എടാ സുധി നീ ഇങ്ങോട്ട് വാട, എടാ ബഹളം ഉണ്ടാക്കലില്ല, ഞാൻ ബഹളം ഉണ്ടാക്കും. സാറിനറിയാവോ എൻ്റെ ഭാര്യ എന്നോട് ചെയ്ത ചതി? ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് സാറിന് അറിയാമോ സാറേ? എനിക്കൊന്നും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല സാറേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അവളെ ഞാൻ അത്രയും മാത്രം സ്നേഹിച്ചു, പക്ഷേ അവൾ എന്നോട് വലിയൊരു ചതി ചെയ്തു. അപ്പോഴേക്കും അരുൺ പറയണ, ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. ഇവനെ എവിടെ കിടന്ന് ഉണ്ടായതാണ്, അവനെ കിടന്ന് ഇവിടെ എന്തിനാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യണം. ആഹാ, അത് ശരി, സാർ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമായല്ലേ? ഞാൻ പോവില്ല സാറ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. ഇവനെ പിടിച്ച് GP കയറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കേ, എന്നെന്തിനും GP കയറ്റുന്നത്? ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തുടങ്ങി. പക്ഷേ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പം ശ്രുതിയെ പിടിച്ച് GP കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ, എൻ്റെ ദൈവമേ ചതി സംഭവിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ, ഇതെന്താ ഇതുവരെയായിട്ടും ശ്രുതി വരാത്തത്? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവനെന്താ എവിടെ പോയി? അപ്പോൾ രവിയും പറയണം, എടാ അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോടാ, എടാ അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമല്ലോടാ, ദൈവം ആകെ മനസ്സൊന്ന് പോയിരിക്കണം എൻ്റെ മകൻ, അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും കണ്ടെത്തണമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ദാ വരുന്നു കൂട്ടുകാരൻ ഓടി വരികയാണ്. കൂട്ടുകാരൻ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ശ്രുതിയെ കണ്ടായിരുന്നോ? എടാ ശ്രുതി ഇതുവരെയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല, എവിടെ പോയി എങ്ങനെ പോയൊന്നും അറിയില്ല, ഷോറൂമിലേക്ക് ചെന്നിട്ടുമില്ല. ശ്രുതിയെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും, ശ്രുതി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് എവിടെ ശ്രുതി? ശ്രുതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയാണ്. പോലീസ് സ്റ്റേഷനിലോ? അതെങ്ങനെ? എന്താ പറ്റിയത്? എൻ്റെ മോൻ എന്താ പറ്റിയത് എന്നൊക്കെ ദേവിയും ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, അല്ല അവന് ബാറിലിരുന്ന് ഭയങ്കര കുടിയായിരുന്നു. ഞാനപ്പോഴാണ്, ആ സമയത്താണ് ബാറിലേക്ക് കയറി ചെന്നത്. അവനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പരമാവധി ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവിടെ അവൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, കുടുംബത്തിൽ നടന്ന എല്ലാ സകലമാന കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. അവൻ്റെ ആ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വളരെയേറെ സങ്കടം തോന്നി. അവന് വലിയൊരു ചതി പറ്റിപ്പോയി, അവൻ്റെ ഭാര്യ അവനെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചിലായിരുന്നു. കുടിച്ച് ഒരുപാട് ലെക്ക് കെട്ടായിരുന്നു. അപ്പോഴേക്ക് സച്ചിയാണല്ലോ, അത് ശരി, അപ്പോൾ കിടന്ന് ബാറിൽ കിടന്നതിൽ പ്രശ്നം ഉണ്ടാക്കി കാണുമല്ലേ? ഇല്ല, ബാറിൽ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും ഞാൻ സോൾവ് ആക്കിയിട്ട് സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുവരുമായിരുന്നു. ആ സമയത്താണ് വഴിക്ക് വെച്ച് പോലീസുകാർ തടഞ്ഞത്. അവിടെ കുടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്നോട് കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചത്. അവിടെ ഞാൻ കുടിച്ചിട്ടില്ല എന്നും അവർ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വെറുതെ വിട്ടുണ്ട്. പക്ഷെ അവിടെ കിടന്ന് ശ്രുതി വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. അവിടെ ആ പോലീസുകാരോട് ഭയങ്കരമായിട്ടും കയർത്ത് സംസാരിച്ചു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. നിങ്ങളെ വന്ന് വിവരം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്ന് വിവരം അറിയിച്ചതാണ്. എങ്ങനെയെങ്കിലും ശ്രുതിയെ രക്ഷിക്കണം, പാവം ആകെ മനസ്സ് നൊന്ത് തളർന്നൊരവസ്ഥയിലാണ്. അപ്പോഴേക്കും രവി പറയണം, എൻ്റെ ദൈവം, എൻ്റെ മോൻ ഒരിക്കലും ഒരു കുടിക്കാരനല്ല, കുടിച്ചിട്ടുമില്ല, അവനത് ഇപ്പം തുടങ്ങിയ ശീലമൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അവനെ ശീലം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. ആ ഒരു രീതിയിലാണ് അവൻ സംസാരിച്ചത്. അപ്പോൾ അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. ദൈവമേ, എൻ്റെ മോനെ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? അവനെങ്ങനെ രക്ഷപ്പെടുത്തിയില്ല മതി സച്ചി, എത്രയും പെട്ടെന്ന് അവനെ സ്റ്റേഷനിൽ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കിടന്ന് കരയാണ്. കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ കരയില്ലേ അച്ഛാ, ശ്രുതിക്ക് നമ്മളൊക്കെ ഇല്ലേ അച്ഛൻ, ഞാൻ അവൻ്റെ അടുത്ത് പോകും, ഞാൻ അവനെ ഇറക്കും, ഞാൻ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്, ഞാനും വരുന്നു. അച്ഛൻ എന്തിനാ വരുന്നത്? അച്ഛൻ വരണ്ട അച്ഛാ, അച്ഛൻ ഇവിടെ തന്നെ ഇരുന്ന്. എടാ, എൻ്റെ മോനാണ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ അടുത്തേക്ക് ഞാൻ വരണ്ടേ? അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കും കൂടി ഇറക്കണ്ടേ? എനിക്കും സംസാരിക്കണം പോലീസുകാരെ കണ്ടിട്ട്, എനിക്ക് അങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തലയും കുനിച്ച് ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് മീര വന്നിട്ട്, ശ്രുതി നീ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമോ? നീ സംസാരിക്കണം. ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ശ്രുതി അമ്മ പറയുന്നതിനപ്പുറം പോവില്ല. നീ എങ്ങനെയെങ്കിലും വിളിച്ച് സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നിനക്കിനി ശ്രുതിയോടൊപ്പം ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നീ ഇവിടെ കമന്ന് കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ഏതായാലും ശ്രുതി ഒന്നും കൂടി വിളിക്കുക.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാനൊന്നും കൂടി വിളിക്കാം എന്നും പറയുക. അങ്ങനെ മീര പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ്. ഇടഞ്ഞപ്പോഴേക്കും കണ്ടോ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ എന്നോട് സംസാരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അമ്മ എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനാണ് അവന് താല്പര്യം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണല്ലോ. ആ സമയത്ത് പറയാണ് എടാ ഷർട്ട് ഊരടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഷർട്ട് ഊരാനോ? ഞാനിന്ന് ഷർട്ട് ഊരൂല. ഞാൻ ഇന്ന് ഷർട്ട് ഊരുന്നത് ഓഹോ നിന്നെ ലോക്കപ്പിൽ അടക്കാൻ വേണ്ടേ കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ടേ ഞങ്ങൾ ഷർട്ട് ഊരും. നീ റോട്ടിൽ കിടന്ന ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചല്ലേ, അതുകൊണ്ട് നീയേ ലോക്കപ്പിൽ തന്നെ കിടന്നാൽ മതി. അതെ സാറുമാർക്ക് പണി പാളും. എനിക്കൊരു അനിയനുണ്ട്. എന്നെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ അനിയൻ നിങ്ങളെ എടുത്ത് പഞ്ഞിക്കിടും. അവൻക്ക് നല്ല ഇടി അറിയാം. ഇടിച്ച് പപ്പടമാക്കും നിങ്ങളേക്ക്. ഓഹോ എങ്കിൽ നിന്റെ അനിയനെ ഇങ്ങോട്ട് വരട്ടേടാ, നമുക്ക് അപ്പം ആലോചിക്കാം നിന്നെ പുറത്ത് വിടണോ വേണ്ടതെന്നൊക്കെ. ഇങ്ങനെ അരുൺ പറഞ്ഞ് അവൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് നേരെ ലോക്കപ്പിലടക്കുക. ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷനും തോന്നുകയാണ്. കണ്ടോ എന്നെ എല്ലാവരും കൂടി ചേർന്ന് ലോക്കപ്പിലടച്ചു. എന്നോട് ആർക്കും സ്നേഹമില്ല, ആർക്കും എന്നെ വേണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ഈ ശ്രുതിയുടെ കൂട്ടുകാരൻ പറയണം നീ വിഷമിക്കല്ലേടാ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഉടനെ തന്നെ എത്തും, നീ സങ്കടപ്പെടാതിരിക്കേ. അങ്ങനെ പറഞ്ഞു തരേണ്ട താമസം രവിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഓടിപ്പാഞ്ഞെത്തുക. അപ്പോൾ അവിടെ അരുണും ഇല്ലേതാനും. അങ്ങനെ ആ മകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സങ്കടം തോന്നിയ. മോനെ എന്തു പറ്റിയടാ, എന്താടാ, എന്ത് കോലോടാ ഇത്, നീ ഇങ്ങനൊരു അവസ്ഥയിലായി പോയല്ലോടാ, ഈ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ കണ്ടോ അച്ഛാ, എല്ലാവരും കൂടി എന്നെ ലോക്കപ്പിൽ അടക്കി അച്ഛാ, ഇത് കണ്ടോ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നു. എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചിട്ട് പോയില്ലേ അച്ഛാ, എനിക്ക് ആരുമില്ല, ആർക്കും എന്നെ വേണ്ടേതാനും, ഞാനിനി എന്ത് ചെയ്യും അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഓരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞ് കരയാണ്. അപ്പോൾ രവിയാണെങ്കിലും നീ സങ്കടപ്പെടല്ലേ, നിന്നെ ഉറപ്പായിട്ടും പുറത്തേക്ക് ഇറക്കും. അപ്പോൾ സച്ചിൻ പറയണ സാറേ എന്തിനാണ് സാറേ ലോക്കപ്പിൽ പിടിച്ചിട്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും അമ്മ വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ് ലോക്കപ്പിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പം അവനല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോഴാണ് അത് അരുണിൻ്റെ വരവ്. അരുൺ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് എൻ്റെ ചേട്ടനെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടെന്ന് ലോക്കപ്പിൽ അടിച്ചിരിക്കുന്നത്. ഓ അത് ശരി, അപ്പോൾ അത് നിൻ്റെ ചേട്ടനായിരുന്നു അല്ലേ? അല്ല അവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു എൻ്റെ അനിയൻ വരും, എൻ്റെ അനിയൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കിട്ടിച്ച് പമ്പരാക്കുമെന്നൊക്കെ. അപ്പോൾ അത് നീയായിരുന്നു അല്ലേ സാറപ്പം മനഃപൂർവ്വമാണല്ലേ സാറ് എന്നെ ഉപദ്രവിക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഏട്ടനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കരുത്, എൻ്റെ ഏട്ടനെ വെറുതെ വിടണം, എന്നോടുള്ള വൈരാഗ്യം അവനോട് തീർക്കാൻ നിൽക്കരുത് സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോടാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് നിൻ്റെ ചേട്ടനാണെന്ന്. സ്റ്റേഷനിൽ വന്ന് ലോക്കപ്പിലിട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇങ്ങനെ പറഞ്ഞു അനിയൻ വരുമെന്നൊക്കെ. പക്ഷെ അത് നീയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നീയാണ് അവൻ്റെ അനിയനെന്ന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം പിടിച്ചുകൊണ്ട് വന്നല്ലടാ സാറേ. എൻ്റെ ചേട്ടനെ വിട്ടയക്കണം സാറേ. എന്തിന് വിട്ടയക്കണം? നിൻ്റെ ചേട്ടനെ വിട്ടയക്കുന്ന പ്രശ്നവുമില്ല, അവനെ റോട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ത് അലമ്പാണ് സാറേ ഉണ്ടാക്കിയത്? അപ്പോൾ കൂട്ടുകാരൻ പറയണ ഇല്ല ശ്രുതി ഒരു അലമ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയാണ്. കേട്ടല്ലോ സാറേ, എൻ്റെ ഏട്ടൻ ഒരു അലമ്പം ഉണ്ടാക്കിയിട്ടില്ല. എടാ കൂട്ടിച്ചിലേക്ക് കെട്ട് ഉറപ്പായിട്ടും അലമ്പുണ്ടാക്കിയതാ. നീ റൗഡി, നിൻ്റെ ചേട്ടൻ കുടിയൻ, കൊള്ളാം, കുടുംബത്തോടെ ഒന്നടക്കം ഇങ്ങനെയാണല്ലേ. അപ്പോഴേക്കും ഇത് കേട്ട രവിയാണെങ്കിൽ ഇല്ല സാറ് തെറ്റിപ്പോയി, എൻ്റെ മക്കളൊക്കെ നല്ലവൻ തന്നെയാണ്, എൻ്റെ മകൻ കുടിക്കാറില്ല സാറേ, അവൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ കുടിച്ചിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ ഈ മകൻ അവനൊരു ഗുണ്ടയൊന്നും അല്ല, പക്ഷേ ഗുണ്ടായിസം കാണിക്കുന്നവരെ അവൻ തല്ലാറുണ്ട്, അല്ലാതെ അവൻ ഗുണ്ടായിട്ട് നടക്കാറില്ല സാറേ. എൻ്റെ 2 മക്കളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓ ബെസ്റ്റ് അച്ഛൻ. അപ്പം അച്ഛനാണ് മക്കളെ ഇങ്ങനെ വഷളാക്കിയതല്ലേ? എടോ മക്കളെ വളർത്തണമെങ്കിലേ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ആയിപ്പോവും സാറേ. വേണ്ട സാറേ, ഞാൻ പറഞ്ഞു എന്നോടുള്ള വൈരാഗ്യം എൻ്റെ കുടുംബക്കാരോട് തീർക്കാൻ നിൽക്കരുത്. അത് സാറിന് എന്നോട് തീർക്കാനുണ്ടെങ്കിൽ എന്നോട് തീർത്തോ, അല്ലാതെ അവരുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. എന്താടാ നീ എന്നെ തല്ലോ? ഓഹോ നിന്റെ ശബ്ദമൊക്കെ ഉയർന്ന് വന്നല്ലോ. നീയേ അന്നെൻ്റെ യൂണിഫോം വലിച്ചു കീറി, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതേപോലെ നിന്നെയും ഞാൻ പിടിച്ചകത്ത് ഇടുവടാ എന്നിങ്ങനെ പറയാണ്. സാർ അതെന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ എൻ്റെ ഏട്ടനെ വിട്ടയക്കണം. ഇല്ലടാ നിന്റെ ഏട്ടനെ വിട്ടയക്കുന്ന പ്രശ്നമില്ല, അവിടെ കിടക്കട്ടെ, അവൻ FIR ഫയൽ ചെയ്തു, ഇനി കോടതിയിൽ വെച്ച് ഇറക്കിക്കൊണ്ട് പോര്
എന്ന് പറഞ്ഞുകൊണ്ട് ഈ അരുൺ പോവുക. സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ സുധിയെ എങ്ങനെ ഇറക്കണമെന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ വേറൊരു സീനിയർ ഓഫീസർ വരികയാണ്. ഓഫീസർ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയണം. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മകൻ കുടിക്കാറൊന്നുമില്ല, അവൻ്റെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, അവൻ്റെ ഭാര്യ അവനെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവൻ കുടിച്ചത്. അങ്ങനെ കുടിച്ച് റോട്ടിൽ കിടന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ വണ്ടി ഓടിച്ചത് അവനല്ലല്ലോ സാറേ, വേറൊരുത്തനല്ലേ സാറേ. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു അപേക്ഷ കേൾക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ വിട്ടയക്കണം. ഒരച്ഛൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ രവി ഇങ്ങനെ കാല് പിടിച്ചെന്ന രീതിയിൽ ഈ സീനിയർ ഓഫീസറോട് പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസിൻ്റെ മനസ്സൊക്കെ അലിയുകയാണ്. അപ്പോൾ അരുണിനെ വിളിച്ചിട്ട് എടോ അവനെ വിട്ടയക്ക്. സാറേ ഇവൻ കുടിച്ച് ബഹളം ഉണ്ടാക്കിയില്ലേ? എടോ എന്ത് ബഹളം ഉണ്ടാക്കിയെന്നാടോ? അയാളല്ലല്ലോ വണ്ടി ഓടിച്ചത്. അയാളെ മാനസികാവസ്ഥ നേരെ മനസ്സിലാക്കണ്ടേ? കുടിച്ചോളിലേക്ക് കേട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് എടോ തീർന്നാ കുറ്റമല്ലേ? തൂക്കിക്കൊല്ലാന്ന് വിധിക്കാന്നുമില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? അയാളെ വിട്ടയക്കാൻ നോക്ക്. ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല. എനിക്കും ഉണ്ടല്ലോ അവിടെ അച്ഛനും, തനിക്കുമില്ലേ? അതപ്പോൾ അതൊക്കെ കണക്കിലെടുക്കണ്ടേടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ സുധിയെ വിട്ടയക്കാം. അങ്ങനെ സുധിയേയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ ഏതായാലും എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയല്ലോ, നന്നായി. എന്നാലും സച്ചി, നീ അവർക്കിട്ട് ഇടിച്ചില്ലല്ലോ സച്ചി, നീ അവർക്കിട്ട് ഇടിക്കാൻ പാടില്ലായിരുന്നോ? നീ എന്തുകൊണ്ട് അവർക്കിട്ട് ഇടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി. എവിടെ എൻ്റെ അമ്മ, എവിടെ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. രവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ അമ്മ എവിടെയെന്ന്, എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ. അപ്പോൾ രേവതിയാണെങ്കിൽ അമ്മ ഇവിടെ ഇല്ല. അമ്മ ഇവിടെ ഇല്ലേ? എങ്ങോട്ട് പോയി എൻ്റെ അമ്മ? എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പം കാണണം. എങ്ങോട്ട് പോയെന്ന് അറിയില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഇപ്പോൾ. അപ്പോൾ രവിയാണെങ്കിൽ ഇതെന്താടാ, നിനക്കെന്ന് ഞങ്ങളൊക്കെ ഇല്ലേ? നിനക്കെന്ന് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ? നിങ്ങളൊക്കെ ഉണ്ടെന്നോ? എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ് അതൊക്കെ. നിങ്ങളൊക്കെ എന്നെ വേർതിരിച്ചാൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് എപ്പോഴും കൂട്ടായിട്ട് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അമ്മ മാത്രം, അമ്മയാണ് എല്ലാ കാര്യത്തിനും എന്നോട് സപ്പോർട്ട് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അമ്മയെ മതി, എനിക്ക് വേറെ ആരെയും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.